ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്കിതിൽ പറയാനുള്ളത് ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മിസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ 2 വീഡിയോ റിപ്പീറ്റേഷനാണ്. അത് മൂന്നാമത്തെ വീഡിയോയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊന്നും കൂടി പറഞ്ഞത്. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. റിലേഷൻ ബിറ്റ്വീൻ കെ പി കെ എക്സ്, അതുപോലെ ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് മിസ്സ പറഞ്ഞത്. അപ്പം 3 കാര്യങ്ങൾ പഠിക്കാൻ മറക്കരുത്: കെ പി, കെ സി ആൻഡ് കെ എക്സ്. ഇനി അതിന് ശേഷം വരുന്ന കാര്യമായിരുന്നു വാൻ ഹോഫ് ഇക്വേഷന്. വാൻ ഹോഫ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് ഇതിന് ശേഷം ക്യൂ, അതായത് ആക്ടിവിറ്റി കോഎഫിഷ്യന് ശേഷം നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി ഇതിൽ പറയാൻ വിട്ട കാര്യമാണ് ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും പ്രഷറും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ പിയും അതുപോലെ തന്നെ കെ പി ആൻഡ്, അതായത് കെ പിയും കെ എക്സും എങ്ങനെ പ്രഷറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. കെ സി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല, ബിക്കോസ് കെ സി ഈസ് റിലേറ്റഡ് വിത്ത് ദ ടേം കോൺസെൻട്രേഷൻ. So here we consider only the Kp and Kx, because Kp is the partial pressure equilibrium in terms of pressure, and Kx is the equilibrium of system in terms of number of moles of reactants participating in that system. അല്ലേ? അതുകൊണ്ടാണ് Kp and Kx is related with the term pressure. So in terms of equilibrium constant, in terms of Kp, here Kp is independent of pressure. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. കെ പി ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ പിയുടെ ടേംസിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ, നമ്മൾ കുറേ ജനറൽ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പി എം റേസ് ടു എം ഇൻറ്റു പി എൽ റേസ് ടു എൽ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അതാണ് കെ പി. അതിൽ കെ പി എന്ന് പറയുന്നത് പ്രഷറിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുമോ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യം മുന്നേ മിസ്സിൻ്റെ ഒരു വീഡിയോയിൽ മിസ്സ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതും ഇതും ഒക്കെ കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ഫൈനലി നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു സമ്മറി എന്താണെന്ന് വെച്ചാൽ കെ പി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. Because when we consider this equation, delta G0 is equal to minus RT log Kp. Here delta G0 is independent of pressure. Delta G0 ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? പ്രഷറിനെ ഇൻഡിപെൻഡൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് എന്താണ്? അതായത് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ചാണ് ഡെൽറ്റ G0 എന്ന് പറയുന്നത്. ഇത് പ്രഷറിന് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കെ പി എന്ന് പറയുന്നതും എന്താണ്? ഇൻഡിപെൻഡൻ്റ് ഓഫ് പ്രഷറാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് ഇത് നിങ്ങൾ തെർമോഡൈനാമിക്സ് 1 ഷറഫ് സാർ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഡോ കെ പി ഡിവൈഡഡ് ബൈ ഡോ പി. ഹിയർ ഡോ പി is the total pressure at constant temperature is equal to 0. ഈ ഒരു റിലേഷൻ നിങ്ങൾ തെർമോഡൈനാമിക്സ് പാർട്ട് 1 പഠിക്കുന്നുണ്ട്. സോ ഹിയർ നമുക്ക് എന്ത് വേണ്ട? ഡെറിവേഷൻസ് കാണിക്കേണ്ട. യു ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ദിസ് പോയിന്റ്, ദാറ്റ് ഈസ് ഹിയർ കെ പി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. അത്രയെങ്കിലും മൈൻഡിൽ വെക്കുക. ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് RT ലോഗ് Kp. Here delta G0 is independent of pressure, therefore here Kp is also independent of pressure. So that independence is expressed in terms of this equation, that is dou Kp by dou P at constant temperature is equal to 0. അപ്പോൾ കെ പി എന്താണ്? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ കെ എക്സ് അങ്ങനെയല്ല. കെ എക്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കെ എക്സ് അങ്ങനെയല്ല. കെ എക്സ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കെ എക്സ് ഇസ് ചേഞ്ചസ് വിത്ത് പ്രഷർ എക്സെപ്റ്റ് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 0. അതായത് കെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ മോൾ ഫ്രാക്ഷൻ ആണ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് അതിലൊരു വലിയൊരു വേരിയബിളാണ്. സോ നമ്പർ ഓഫ് മോൾസ് 0 ആയി കഴിഞ്ഞാൽ കെ എക്സും എന്താണ്? 0 ആകും. കെ എക്സ് 0 ആകും. അപ്പോൾ ഡെൽറ്റ എൻ ഈക്വൽ ടു 1 ആകുന്ന കേസ് മുതൽ ഈ കെ എക്സ് പ്രഷർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കെ എക്സും എന്താകും? ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം
Kx is changes with pressure except delta n is equal to 0. Delta n is equal to 0 ആകുന്ന ഒരു കണ്ടീഷൻ ഒഴിച്ച് ബാക്കി എല്ലാ കണ്ടീഷൻസിലും, ദാറ്റ് ഇസ് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു ഫ്രം ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 1 ഓൺവേർഡ്സ് കെ എക്സ് ഇസ് ഓൾവേസ് ചേഞ്ചസ് വിത്ത് പ്രഷർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ബ്രീഫായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, കെ പി ഇസ് ഈക്വൽ ടു കെ എക്സ് ഇൻ ടു പി. ഹിയർ പി ഇസ് ദ ടോട്ടൽ പ്രഷർ. സോ കെ പി ഇസ് ദ, ഇത് ഓൾവേസ് സ്മോൾ ലെറ്റർ പി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കെ പി ഇസ് ഈക്വൽ ടു കെ എക്സ് ഇൻ ടു പി when delta n is equal to 0. അത് എപ്പോഴും പോയിൻ്റ് ഔട്ട് ചെയ്യണം. ഓർ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ by 1 minus alpha square into p. Here kp is equal to kx into p or alpha square divided by 1 minus alpha square into p. ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്, പക്ഷേ ആ ഡെറിവേഷൻസ് നിങ്ങൾക്ക് വേണ്ട. ഈ ഒരു കാര്യം പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ പോണില്ല, എന്നാലും വെറുതെ ഒന്ന് പറയാം. ഇത് ഈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്നാണ് പറയാം. എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? ഇതിൽ അതായത് ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു റിയാക്റ്റൻ്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് കുറേ പ്രോഡക്റ്റായി മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എന്നുള്ള ആൾ Na+ഉം Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അവിടെ എത്രത്തോളം സോഡിയം ക്ലോറൈഡ് Na+ഉം Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോയി എന്നുള്ള ഒരു മെഷർമെൻറ്റാണ് എന്ത്, ഈ ആൽഫ എന്ന് പറയുന്നത്. അതിന് കുറേ കൈനറ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നതുണ്ട്, എന്നാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഡെറിവേഷൻ ഇസ് നോട്ട് നെസസറി. സോ നമുക്കിത് മാത്രം മതി. എന്നാലും മിസ് പറയാം. അപ്പോൾ ലെറ്റ് us കൺസിഡറിങ് ദിസ് റിയാക്ഷൻ എ ഗിവിങ് ബി പ്ലസ് സി. അതായത് എ എന്നുള്ള ഒരാൾ ഒരു റിയേജൻറ്റ്, ഒരു കെമിക്കൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ബിയും സിയുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് വിചാരിക്കൂ. വേണമെങ്കിൽ നമുക്ക് സോഡിയം ക്ലോറൈഡ്, വെറുതെ പറയാം, സോഡിയം ക്ലോറൈഡ് നമ്മളെ കയ്യിലുണ്ട്. ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി, Na+ഉം Cl- നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മുടെ കയ്യിലുള്ള ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് A1 ആണ് അല്ലേ? ഇനീഷ്യലി A1 ആണ്. ബിയും സിയും ഉണ്ടായിട്ടില്ല, അപ്പോൾ അവരെന്താണ്, 0 ആയിരിക്കും അല്ലേ? ഇനീഷ്യൽ നമ്മളെ കയ്യിൽ എന്തുണ്ട്, NaCl ഉണ്ട്. പക്ഷെ അത് Na+ഉം Cl- ആകുന്നതിൻ്റെ നമുക്കറിയാം. സോഡിയം ക്ലോറൈഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Na+ഉം Cl- ആണ് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇനീഷ്യലി ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സോഡിയം ക്ലോറൈഡ് ഈസ് ടേക്കിംഗ് ആസ് 1 ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് Na+ ആൻഡ് Cl- ആസ് 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇതൊരു ഇക്വിലിബ്രിയത്തിലെത്തും. കുറച്ച് കഴിയുമ്പം ഒരു ഇക്വിലിബ്രിയത്തിലെത്തും. അതായത് ഇപ്പോൾ ഒരു 10 മോളിക്യൂൾ NaCl ഉണ്ടെങ്കിൽ അതിലൊരു 5 എണ്ണം Na+ഉം ഒരു 5 എണ്ണം Cl- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെന്ന് വിചാരിക്കൂ. അപ്പോൾ അതൊരു ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഡിസോസിയേഷൻ, ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എത്ര റിയാക്റ്റൻ്റ് മോളിക്യൂൾ എത്ര മറ്റു മോളിക്യൂൾസായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ള കണക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ ഈ എ എന്നുള്ളത് എന്തായിരിക്കും, 1 മൈനസ് ആൽഫ. എന്താണ് 1 മൈനസ് ആൽഫ. ബി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലെ ആൽഫയാണ്. നമുക്കറിയില്ല, ചിലപ്പം ഈക്വൽ ആയിരിക്കും, ഇതും ആൽഫയായിരിക്കും, ഇതും ആയിരിക്കും, കാരണം ഇത് ഈക്വലാണ്. അപ്പം ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? അതായത് 10 NaCl നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇനീഷ്യലി 10 നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? ആ സമയത്ത് Na+ഉം Cl- ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. അപ്പം 0, ഇത് 0. കുറച്ച് കഴിയുമ്പോൾ ഇവർ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എങ്ങനെയായിരിക്കും, 10 NaCl റിവേഴ്സിബിളി ഗിവിങ് 5 Na+ + 5 Cl- അല്ലേ? അപ്പോൾ ഇത് 1 മൈനസ് ആൽഫ, ഇത് ആൽഫ. അപ്പോൾ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് 5 ആണ്, ഈ ആൽഫ എന്ന് പറയുന്നതും 5 ആണ്.
ഓക്കെ, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഡെറിവേഷൻസ് വരുന്നുണ്ട്, അതൊന്നും നിങ്ങൾക്ക് പറയുന്നില്ല, നേരെ ഇതിലേക്ക് ചാടിയതാണ്. അപ്പം ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ, ഇക്വിലിബ്രിയത്തിൽ വരുന്ന ഒരു മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 - ആൽഫ ഡിവൈഡഡ് ബൈ 1 + ആൽഫ, 1 - ആൽഫ ഡിവൈഡഡ് ബൈ 1 + ആൽഫ. ആൻഡ് പ്രോഡക്റ്റ് സൈഡിൻ്റെ ഇക്വിലിബ്രിയം പ്രോഡക്റ്റ് സൈഡിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആൽഫ ഡിവൈഡഡ് ബൈ 1 + ആൽഫ, ആൽഫ ഡിവൈഡഡ് ബൈ 1 + ആൽഫ. ആൻഡ് ഹിയർ സെയിം ഇൻ ദ കേസ് ഓഫ് സി, ആൽഫ ഡിവൈഡഡ് ബൈ 1 + ആൽഫ. ആൻഡ് വെൻ വി അറ്റ് ഇക്വിലിബ്രിയം ഇതിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക, അതായത് മൾട്ടിപ്ലൈ ചെയ്യുക 1 - ആൽഫ ഡിവൈഡഡ് ബൈ 1 + ആൽഫ ഇൻറ്റു പി. ഇവിടെ ആ റിയാക്ഷൻ്റെ താഴെ തന്നെ ആട്ടോ ഇത് എഴുതുന്നത്, മിസ് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് എഴുതിയത്. സോ ആൽഫ ഡിവൈഡഡ് ബൈ 1 + ആൽഫ ഇൻറ്റു പി, ആൽഫ ഡിവൈഡഡ് ബൈ 1 + ആൽഫ ഇൻറ്റു പി. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഈക്വേഷൻസ് കാണിക്കേണ്ടതുണ്ട് ഡെറിവേഷനിൽ, അതുപോലെ തന്നെ ഇതെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ പറയണം. പക്ഷേ നിങ്ങൾക്ക് സിലബസിൽ ഡെറിവേഷൻ ഇസ് നോട്ട് റിക്വയർഡ്, സോ നിങ്ങൾക്ക് ഇത്ര മാത്രം മതി. പക്ഷേ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഹിയർ Kp = Kx into P. So substituting this value in this equation, so alpha square minus 1 by alpha square. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ആൽഫ സ്ക്വയർ ആകുന്നത് എങ്ങനെയാണെന്നുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ പറയണില്ല. അത് നിങ്ങൾക്ക് വേണ്ടാത്തത് കൊണ്ടാട്ടോ, കാരണം അതിൻ്റെ ഡെറിവേഷന് കുറേ ഉണ്ടാകും, അതുകൊണ്ടാണ്. വെറുതെ നമ്മൾ വേണ്ടാത്തത് പഠിക്കേണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് മാത്രം മതി. ഇത് എങ്ങനെ വന്നു എന്നുള്ളത് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പറഞ്ഞതാണ്. സോ Kp = Kx into P, which is equal to alpha square divided by 1 - alpha square into P. ഇനി ഇവിടേക്ക് നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണിത്. നമ്മൾ പറഞ്ഞു പ്രഷർ ആയിട്ട് KX പ്രഷർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് KX ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ടോട്ടൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും അതുപോലെ KXും എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. സോ വെൻ total pressure of the system is increases, that time degree of dissociation and Kx of the system at equilibrium is also decreases. പ്രഷർ എത്രയാണോ കൂടുന്നത് അതിനനുസരിച്ച് ഈ രണ്ട് പാരാമീറ്റർ കുറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? Kp കോൺസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ Kp കോൺസ്റ്റൻറ്റ്, അപ്പോൾ Kp കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം Kp എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു പാരാമീറ്റർ ആണ് അല്ലേ. അപ്പോൾ നോക്കൂ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ടു മെയിൻറ്റെയിൻ Kp constant, in order to maintain Kp as a constant, this Kx and this degree of dissociation is decreases with the increase of total pressure of the system at equilibrium. Okay, കോൺസെപ്റ്റ് പിടുത്തം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ KX കുറയുമ്പോൾ, പ്രഷർ കൂടുമ്പോൾ KX കുറയും അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇക്വിലിബ്രിയം ഷിഫ്റ്റഡ് ടു ലെഫ്റ്റ്. ഇക്വിലിബ്രിയം എവിടേക്ക് പോകും? ലെഫ്റ്റിലേക്ക് പോകും. ഇനി പ്രഷർ കുറയുമ്പം KX കൂടും. പ്രഷറാണ് കുറയുന്നത്, KX കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് പറയുക. ഇത് നിങ്ങൾ പണ്ടെപ്പോഴോ എവിടേക്കോ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കുന്നതാണ് അല്ലേ. ഇക്വിലിബ്രിയം നമ്മൾ പ്രഷറും ടെമ്പറേച്ചറും കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഒരു ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ റിയാക്ഷൻ, ഡൈനാമിക് റിയാക്ഷൻസ് ഫോർവേഡിലേക്കും ബാക്ക്വേർഡിലേക്കും ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേരിയബിൾസ് വി ആർ അപ്ലൈഡ് അല്ലേ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വേരിയബിൾസ് ഓൾവേസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ ഓൾ ദ റിയാക്ഷൻസ് അറ്റ് ഇക്വിലിബ്രിയം വിച്ച് ഡിപ്പെൻഡ്സ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കൊന്നും കൂടി കൺക്ലൂഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Kp എന്ന് പറയുന്നത് പ്രഷറിന് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷറാണ്. Kp ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷറാണ്. ബട്ട് Kx ഡിപ്പെൻഡൻറ്റ് ഓഫ് പ്രഷറാണ്. അപ്പോൾ Kx എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പ്രഷർ കൂടുമ്പോൾ Kx കുറയും.
പ്രഷർ കുറയുമ്പോൾ KX കൂടും. ഓക്കെ, ഈ ഒരു റിലേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് ലീ-ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ വെച്ച് ഒന്നും കൂടി നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുമ്പോൾ KX കുറയാന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം എവിടെ എത്തും? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഇക്വിലിബ്രിയം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ.